ഹലോ. ഇന്ന് പൊതിച്ചോറ് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹം തോന്നി. അപ്പോൾ ആ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്ന് കൊഴിയാള മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാദ്യം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാധാ എല്ലാവരുടെ വീട്ടിലും മീൻ പൊരിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മീനൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് പൊരിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിലർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഇതുവരെയും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പം പുരട്ടി മാറ്റിയൊക്കെ കുറച്ച് നേരം വെച്ചിട്ട് ഇനി പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഓരോ മീനായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഇപ്പം മീനൊക്കെ പൊരിച്ചിട്ട്, കാരണം എണ്ണയുടെ ഉപയോഗമൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ കുറച്ച് വരികയായിരുന്നു. അപ്പോൾ പൊതിച്ചോറിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തായാലും പൊരിച്ച മീനില്ലാതെ പൊതിച്ചോറ് കഴിക്കാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒന്ന് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ തിരിച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ ചീനച്ചട്ടി ഒന്ന് വെള്ളമൊന്നുമില്ലാതെ തുടച്ചിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഉലുവ അച്ചാറിടുമ്പോൾ അങ്ങനെ ചേർക്കാറുണ്ടല്ലോ ചിലരൊക്കെ. അപ്പോൾ അത് ചേർക്കാം. പിന്നെ കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് പിന്നെ ഇതെല്ലാം പൊടികളെല്ലാം ഇട്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റൗ കത്തിക്കണത്. ഈ സ്റ്റവ് കത്തിച്ച് ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും, അപ്പം നമ്മളല്ല സ്റ്റവ് കത്തിച്ചിട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് കരിഞ്ഞു പോകണമെങ്കിലോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെയാണ് അച്ചാർ വയ്ക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എൻ്റെ കയ്യിൽ ഒട്ട് മാങ്ങയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒട്ട് മാങ്ങയാണ് എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാകും. ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് തന്നെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചൊരു നല്ല കട്ടിയായിട്ട് നല്ല കുറുകുറാന്നിരിക്കുന്ന ടൈപ്പിൽ നമുക്ക് ഈ മാങ്ങ അച്ചാർ കിട്ടുകയും ചെയ്യും. അങ്ങനെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ട പൊരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി പൊരിക്കുന്ന മുട്ടയാണ്. കാരണം അതുകൊണ്ടാണ് സവാളയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ മകനും ഞാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊന്നും ഇടുന്ന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇടാറില്ല. മുട്ടയിൽ കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇട്ട് എൻ്റെ മുട്ട റെഡിയായി. ഇനി അടുത്ത് ചേട്ടനുള്ള മുട്ടയാണ്. ചേട്ടന് ഇതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ എന്തിട്ട് കൊടുത്താലും അത് ഇഷ്ടമാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ചേട്ടൻ്റെ മുട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. ചേട്ടന് വറ്റൽമുളക് ഇടുന്നതും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ മുട്ട റെഡിയായി. ഇനി അടുത്ത് ഇല വാട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇല നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഒന്ന് വാട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഇതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇലയും നന്നായിട്ട് വാട്ടി വെച്ചു. ഇനി അടുത്ത് ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഇല വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് ചോറ് കോരി വെച്ചു. ഇനി അതിലേക്ക് ചമ്മന്തി അരച്ച് വെച്ചു. ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ച് വെച്ചു. ഇനി അടുത്ത് വയ്ക്കുന്ന വാഴപ്പിണ്ടി തോരനാണ്. ഇനി അടുത്ത് പൊരിച്ച മീൻ വെച്ചു. പിന്നെ മാങ്ങ അച്ചാർ വെച്ചു. ലാസ്റ്റ് മുട്ടയും വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ സിമ്പിൾ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.